ചില സമയത്തൊക്കെ നമ്മൾ ഈ നിയമം അനുസരിക്കുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു പൊട്ടനായി പോകുന്നുണ്ടോ എന്നുള്ള തോന്നലുണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഇത്രേ ഉള്ളൂ. പാലായിൽ പാലാ സിറ്റിയിൽ എത്തി. ആ സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാണ്. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് ഞാൻ സീബ്ര ലൈനിൻ്റെ അടുത്തായിട്ട് എൻ്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഏകദേശം റോഡിലേക്ക് ഇറങ്ങി കടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വലത് സൈഡിലൂടെ പലരും ഓവർടേക്ക് ചെയ്ത് പോവുക, വണ്ടി കടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഞാനവിടെ നിർത്തിയിട്ടതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാവുന്നില്ല. അതെയോ മനസ്സിലായിട്ടും നാട്ടിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എന്നുള്ള രീതിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും വലത് സൈഡിലൂടെ ആൾക്കാർ കയറി പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലാണ് ഈ പ്രായമായ മനുഷ്യന് ഒരു വടിയും പിടിച്ച് നിൽക്കുന്നത്. മറ്റുള്ളവർ കടത്തിവിടാത്തതിൻ്റെ പേരിൽ ചുരുക്കം പറഞ്ഞാൽ എനിക്കും ആ പ്രായമായ മനുഷ്യനും കൃത്യം 3 മിനിറ്റ് സമയം നടുറോഡിൽ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു, എനിക്ക് വണ്ടിയിൽ കിടക്കേണ്ടി വന്നു. ശരിക്കും ഞാനത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് മറ്റുള്ളവർ കൂടി അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ ആ മനുഷ്യന് അപ്പുറത്തേക്ക് കടന്നു പോകാമായിരുന്നു. ആർക്കും ഒരു സമയനഷ്ടവുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ കേരളത്തിൽ ഞാൻ പലപ്പോഴും കാണുന്നത്, നമ്മൾ ആരെങ്കിലും രക്ഷിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാനോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടികൾ നമ്മുടെ വലത് സൈഡിലൂടെ വീണ്ടും കുറച്ച് ആൾക്കാർ ഈവൻ ഇടത് സൈഡിൽ കൂടെ വേണമെങ്കിലും കയറിപ്പോകും. അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയം ഇല്ലാത്തത് കൊണ്ടാണോ അതെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപറ്റം യുവാക്കൾക്ക് നമ്മുടെ സമൂഹത്തോടൊക്കെ ഒരു വല്ലാത്തൊരു അരിശം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാവാം ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ യൂത്തൊക്കെ പുറത്തേക്ക് പോയി പഠിക്കാനും അങ്ങനെ പുറത്ത് സെറ്റിലാവാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഞാൻ ഇവരെ കുറ്റം പറയുന്ന ഒരാളായിരുന്നു. ഇവരെ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ തന്നെ നിൽക്കണം, കേരളത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചായിട്ട് ഞാനിങ്ങനെ നമ്മുടെ സമൂഹത്തെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ, സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെടുമല്ലോ, സമൂഹത്തെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ യുവാക്കൾ അവരുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ വീണ്ടും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കേരളത്തിൽ നിൽക്കണം. ഞാൻ ബോംബെയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ഇവിടെ ഒരു ബിസിനസ് ട്രെയിനിങ്, കൗൺസിലിങ് അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാട്ടിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും പറയുന്ന ഒരാളാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ശരിക്കും എന്തിനാണ് ഈ നാട്ടിൽ നിൽക്കുന്നത്? ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പൊട്ടനായി പോകുമോ എന്നുള്ള തോന്നൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മളായിട്ട് പരിശ്രമിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതിയോ അതല്ലെങ്കിൽ ആൾക്കാരെ ബോധവൽക്കരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇപ്പം നിലവിൽ കേരളത്തിലുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുത്തുന്നില്ലെങ്കിൽ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർക്ക് ഒരു വല്ലാത്ത ഒരു അരിശം നമ്മുടെ സമൂഹത്തോട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ബോധവൽക്കരണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളൊരു ഒരു ഡ്യൂട്ടിയുണ്ട്. നമ്മൾ ഇതുപോലുള്ള നിയമങ്ങളൊക്കെ അനുസരിക്കാൻ നമ്മളായിട്ട് തന്നെ മുമ്പോട്ട് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വീണ്ടും കാണാം. താങ്ക് യു.